മിഡിൽ ഈസ്റ്റിലെ ഇറാൻ്റെ പാലം തകർക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഈ മേഖലയിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും സായുധ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതും ഇറാനാണ്. അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഒരു സർവാധിപത്യം പോലെ ഇടപെടാനുള്ള ധൈര്യം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കാണിക്കുന്നത്. ഇത്രയും കാലം ഇല്ലാത്ത ഒരു സമീപന രീതി അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതിൻ്റെ പ്രധാനമായ കാരണം ഈ വിഷയങ്ങളിലെല്ലാം ഇറാൻ്റെ ഇടപെടലാണ്. സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യയെയും ചൈനയെയും കൂട്ടുപിടിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സർവാധിപത്യം ഉണ്ടാക്കാനുള്ള ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ദൂരവ്യാപകമായിരിക്കുന്ന പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും ആയതിനാൽ തന്നെ അവരെ നിയന്ത്രിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ അടിയന്തരമായി വേണമെന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് അത്രയൊന്നും വേണ്ട വിധം ഇറാന് പ്രശ്നമുണ്ടായിട്ടില്ല എന്നുള്ളതും ഇറാൻ അതിനെ അതിജീവിക്കാനുള്ള കരുത്തോ ശക്തിയോ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് ചെയ്തിരിക്കുന്നത് അറബ് രാജ്യങ്ങളാണ്. മുൻപത്തെ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയമുള്ള കാലങ്ങളിലെല്ലാം മുസ്ലിം രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഇറാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക ഉപരോധത്തെ അതിജീവിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസവും വലിയ ബുദ്ധിമുട്ടുമായിരുന്നു. ഇന്ന് അവസ്ഥാ കാര്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. അതിലവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഉപരോധം ഏർപ്പെടുത്തിയതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള സഹായം അറബ് രാജ്യങ്ങൾ ഇറാന് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഉപരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അതിജീവിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചു. ഇതിനാൽ വലിയ പ്രത്യുപകാരം എന്ന നിലക്ക് ചൈനയും റഷ്യയുമായിട്ട് അറബ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലമായിട്ട് ഇറാൻ പ്രവർത്തിക്കുന്നു. അത് ഭാവിയിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ അമേരിക്കക്കും അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഉണ്ടാവും. ഇവിടെ സൈനികമായി ബലമുള്ള രാജ്യം, അതായത് സൈനികമായും യുദ്ധസംബന്ധമായ രീതിയിലും ബലവും ശക്തിയുമുള്ള രാജ്യത്തോടൊപ്പം സമ്പന്ന രാജ്യങ്ങൾ കൂടി ചേരുന്ന സമയത്ത് അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇരട്ടിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും ഇറാനുമായിട്ട് തെറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസ്ഥാ കാര്യങ്ങൾക്ക് മാറ്റം വന്നതോട് കൂടിയിട്ട് എന്തുണ്ടായി? അറബ് രാജ്യങ്ങളുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതാണ് ഇപ്പോൾ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ആ പാലത്തെ മുറിക്കുക എന്ന് പറഞ്ഞാൽ തുറന്നൊരു യുദ്ധത്തിനോ തുറന്നൊരു ആക്രമണത്തിനോ തയ്യാറാവണം എന്നുള്ളതാണ്. അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ലോകാന്തര ഘടനയിൽ തന്നെ ഇറാനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യണം എന്നുള്ളിടത്തേക്ക് അമേരിക്കയോട് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ്. ഇത് എത്രത്തോളം ഗുണമുണ്ടാവും അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അമേരിക്ക പ്രതികരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവരിപ്പോൾ മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, നിലവിലെ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ ആണവായുധമുള്ള രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇറാനുമായിട്ട് ഇടപെട്ട് റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഇത്തരം ആണവായുധ സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ അത് സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇതിൽ വലിയ നിരാശ ഇസ്രായേലിനുണ്ട്. മുൻപ് കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ആദ്യ ഘട്ടത്തിലൊക്കെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമില്ലെങ്കിൽ പോലും ഒരു ശത്രുതാ മനോഭാവം ഉണ്ടാവുകയോ ഇസ്രായേലുമായിട്ട് അത്തരം ഒരു നിലപാടിലൂടെ നീങ്ങുകയോ ചെയ്തിട്ടില്ല. ഈ മേഖലയിൽ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടത്തിലും ശ്രമിക്കപ്പെട്ടിട്ടില്ല. ഇരു രാജ്യങ്ങളും രണ്ട് പാതയിലൂടെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ചുരുക്കം. പക്ഷേ ഇറാൻ്റെ ഇടപെടൽ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റത്തിരുത്തുകൾക്ക് വിധേയമായി എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത് എന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഏക ആണവായുധ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. എത്രത്തോളം ഡെവലപ്പായിരിക്കുന്ന ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശത്തിലുണ്ടോ അത്ര തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ട്. മാത്രമല്ല, ആയുധം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിലും ഇസ്രായേലിൻ്റെ പേരുണ്ട്. ചില പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ നിർമ്മിച്ച് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അയൺ ഡോമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങനെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുൻ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡനും 2 ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ശക്തമാണ്.
ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം തീർച്ചയായിട്ടും ന്യൂയോർക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലകളിൽ സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളത് വാങ്ങും എന്നും രണ്ട് പ്രസിഡന്റുമാരുമാണ് പറഞ്ഞതാണ്. ഏറെക്കുറെ ട്രംപിൻ്റെ ഭരണകാലത്ത് അതിന് സാധ്യമാകുന്ന രീതിയിലുള്ള ചില കരാർ വ്യവസ്ഥകളും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അതോടനുബന്ധിച്ചാണ് പിന്നീട് ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടാകുന്നത്. ഇറാൻ്റെ ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയിരിക്കുന്ന അയൺ ഡോം തകർന്നു വീഴുകയും അത് അത്ര പ്രതിരോധ സംവിധാനമുള്ളതല്ല എന്ന് ലോകത്തിന് തെളിയിക്കാൻ വേണ്ടി ഇറാന് സാധിക്കുകയും ചെയ്തു. ഇത് മിഡിൽ ഈസ്റ്റിൽ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർ പൊക്കിയിരിക്കുന്ന, അവർ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ ധൈര്യങ്ങളും അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എല്ലാം 12 ദിവസം കൊണ്ട് ചോർന്നുപോയി. 6 ദിവസം കൊണ്ട് മേഖലയിൽ വലിയ സർവാധിപത്യം നേടിയെടുത്ത രാജ്യം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. 6 ദിന യുദ്ധം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയതാണ്. ആ യുദ്ധത്തിൽ 4 രാജ്യങ്ങളിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാനും ഇസ്രായേലിന് സാധിച്ചു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അന്ന് മുതലുള്ള 968 കാലവർഷത്തിന് മുൻപുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഏറെക്കുറെ 4 ഇരട്ടി ഭൂമിയാണ് ഇസ്രായേലിൻ്റെ കൈവശത്തിലേക്ക് ആ ഒരു യുദ്ധത്തോടനുബന്ധിച്ച് കഴിഞ്ഞിട്ട് വന്നത്. ഗസയൊക്കെ ഈജിപ്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. നമുക്കറിയാം, വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഗോലാൻ കുന്ന് സിറിയയുടെ ഭാഗത്തു നിന്ന് പിടിച്ചെടുത്താണ്. ലെബനാൻ്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം 100-ലധികം കിലോമീറ്റർ ദൂര പരിധിയുള്ള ഏരിയ പിടിച്ചെടുത്തു. പിന്നീട് പകുതിയിലധികം അവർ തിരിച്ചു പിടിച്ചു. അത് മറ്റൊരു വശം. പക്ഷേ പിടിച്ചെടുത്തുകൊണ്ട് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു രാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ആ യുദ്ധം അവർക്ക് ഉപകരിച്ചു. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ലോകം അക്ഷരം പ്രതി കേട്ടിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം അതെല്ലാം ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്നത് ഇറാൻ്റെ ഇടപെടൽ മൂലമാണ്. അതുകൊണ്ട് ഇറാനെ ഒതുക്കണം എന്നാണ് ഇസ്രായേലിൻ്റെ അഭിപ്രായം.